ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോണത് രാമനെ കാണാനാണ് കേട്ടോ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അപ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ആന നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടായിട്ട് പോലും നമ്മൾ വല്ലപ്പോഴും മാത്രമാണ് ആളെ കാണാൻ പോകാറുള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാനാണ് പോണത്, നമ്മുടെ രാമനെ കാണാൻ. പൂരത്തിൻ്റെ സീസണൊക്കെ തുടങ്ങിയ കാരണം ഈ രാമൻ അവിടെ ഉണ്ടാവുമോ എന്ന് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ആള് നീരിലായിരുന്നു എന്ന് പറഞ്ഞത്. അത് ഇറക്കിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രാമൻ്റെ അടുത്തേക്ക് പോയിട്ടാ. അപ്പോൾ തെച്ചിക്കോട്ടുകാവ് അമ്മയുടെ മാനസപുത്രനാണ് നമ്മുടെ രാമൻ ട്ടാ. ഇന്ന് ഞായറാഴ്ചയായ കാരണം കുറേ ആൾക്കാരുണ്ടായിരുന്നു ട്ടാ. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ രാമനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ട്ടാ. രാമനെ മറ്റു ആനകളിൽ നിന്ന് വ്യത്യാസമാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ ഭഗവാന്റെ തിടമ്പ് ശിരസിലേറ്റുമ്പോൾ തറയിൽ കൊമ്പ് തൊടാതെ തുമ്പിക്കൈയുടെ മുകളിൽ കൊമ്പ് താങ്ങിയിട്ടാണ് തിടമ്പേൽക്കുന്നത് ട്ടാ. പിന്നെ തിടമ്പ് ഏറ്റിക്കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും രാമൻ അങ്ങനെ നിൽക്കൂട്ടാ. പക്ഷെ അത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. തൃശ്ശൂർ പൂരത്തിന്റെ പൂര വിളംബരം, അതായത് തെക്കേ ഗോപുരവാതിൽ തുറന്നു വരുന്ന രാമൻ എന്ന് പറയുമ്പോഴാണ് ആ പൂര വിളംബരം ഒന്ന് കംപ്ലീറ്റ് ആവണത് കേട്ടോ. പിന്നെ അത് കാണാനായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു കാഴ്ച കാണാൻ മാത്രം തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. പൂരത്തിന് തുടക്കം കുറിക്കാൻ ഇതിലും വലിയൊരു ഗജവീരം വേറെ ഇല്ല കേട്ടോ. രാമന്റെ അടുത്ത് തന്നെ രാമന്റെ സഹോദരനായിട്ട് ഉള്ള നമ്മുടെ തെച്ചിക്കോട്ടുകാവ് ദേവിദാസനും ഉണ്ടായിരുന്നു കേട്ടോ. ആള് ഇത്തിരി കുറുമ്പനാണേ. പിന്നെ ഡുണ്ടൂനാണെങ്കിൽ ആനാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. അവനാണെച്ചിങ്ങനെ കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ച് ആനേനെ കണ്ടിരിക്കായിരുന്നു കേട്ടോ. പിന്നെ രാമന്റെ സാരഥികൾ എന്ന് പറയുന്നത് നെന്മാറ രാമേട്ടനും പൂച്ചക്കുന്നും മഹേഷേട്ടനാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ ഇന്ന് പോയപ്പോൾ നെന്മാറ രാമേട്ടനെ കണ്ടില്ല, പൂച്ചക്കുന്നും മഹേഷേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മഹേഷേട്ടൻ പറയണ എല്ലാ കാര്യങ്ങളും ഒരു കൊച്ചു കുട്ടിയുടെ പോലെ അനുസരിക്കാൻ കേട്ടോ രാമൻ. അത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ലാലേട്ടന് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് പേജുള്ള ഒരു ആനയാണ് നമ്മുടെ രാമൻ ട്ടാ. പിന്നെ ഏക്കം ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് രാമനാണ് കേട്ടോ. ഏക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മിറ്റിക്കാർ വന്നിട്ട് നമുക്ക് കാശ് തരുമല്ലോ, അതാണ് ഏക്കം എന്ന് പറയുന്നത്. അപ്പോൾ രാമന് ഏക്കം കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു 14 ലക്ഷത്തോളം വരും കേട്ടോ അത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏക്കം കിട്ടുന്ന ആന എന്ന് പറയുന്നത് രാമനാണ്. കല്യാണത്തിന് മുന്നേ എല്ലാ ആനകളും ഒരേപോലെ ആണല്ലോ എന്ന് വിചാരിച്ച് മണ്ടത്തരം എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതങ്ങനെയല്ല, എല്ലാ ആനകളും ഒരേപോലെ അല്ല കാണാനായിട്ട്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഓരോ ആനയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളും സവിശേഷതകളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഭർത്താവ് ഒരു ആനപ്രേമിയാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ഓരോ ആനകളെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇന്നതാണ് അതിൻ്റെ പേരെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുവിധ ആനകളുടെ പേരൊക്കെ എനിക്കറിയാം. പിന്നെ ആൾക്ക് ഏറ്റവും ഇഷ്ടം മംഗലാംകുന്ന് കർണനാണ്. പിന്നെ ഞങ്ങൾ അമ്പലക്കുളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടാ, കാലൊക്കെ നനച്ചു.
അപ്പൊ ഡുണ്ടപ്പനൊക്കെ ഇറക്കിണ്ടായിരുന്നു. അപ്പൊ ഡുണ്ടപ്പൻ പിന്നെ കേറാനായിട്ട് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. പിന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ അത് മാത്രമല്ല സബ്സ്ക്രൈബും കൂടി മറക്കാതെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ ബൈ. പിടിക്കണ്ട അങ്ങോട്ടോ. എടുത്തോ